Hello everyone. Today we are going to learn a new poem. The name of the poem is Remember Me, written by Alice Walker. Let's begin. Alice Walker was born on February 9, 1944 in rural Eatonton, Georgia. 1944 ഫെബ്രുവരി 9 ജോർജിയയിലെ ഈറ്റണ്ടൺ എന്ന ഗ്രാമത്തിലാണ് ആലിസ് വോക്കർ ജനിച്ചത്. വോക്കർ ഗ്രൂ അപ്പ് ഇൻ പോവർട്ടി ആസ് എ യങ്ങസ്റ്റ് ഓഫ് 8 ചിൽഡ്രൻ. ദാരിദ്ര്യം നിറഞ്ഞ ഒരു കുടുംബത്തിലെ 8 മക്കളിൽ ഏറ്റവും ഇളയവളായിരുന്നു ആലിസ് വോക്കർ. ഷീ ലോസ്റ്റ് വൺ ഓഫ് ഹർ ഐസ് ഇൻ ആൻ ആക്സിഡൻറ്റ്. കുട്ടിക്കാലത്തുണ്ടായ ഒരു അപകടത്തിൽ ആലിസിന് കാഴ്ചശക്തി നഷ്ടപ്പെട്ടു. ഷീ ലേറ്റർ ജോയിൻ സ്പെൽമൻ കോളേജ് ആൻഡ് ബിക്കെയിം ഇൻവോൾവ് ഇൻ ദ സിവിൽ റൈറ്റ്സ് മൂവ്മെൻറ്റ് വിച്ച് ഇൻസ്പയർഡ് മെനി ഓഫ് ഹർ പോയംസ്. മുതിർന്ന ശേഷം ആലിസ് വോക്കർ സ്പെൽമൻ കോളേജിൽ ചേരുകയും സിവിൽ റൈറ്റ്സ് മൂവ്മെൻറ്റ്സിൽ പങ്കെടുക്കുകയും ചെയ്തു. സിവിൽ റൈറ്റ്സ് മൂവ്മെൻറ്റ്സ് അവരുടെ മിക്ക കവിതകൾക്കും പ്രചോദനവുമായിട്ടുണ്ട്. She is best known for her novel and short stories in which she gives voice to the double marginalization of the African American women. അവരുടെ നോവൽസിൻ്റെയും ചെറുകഥകളുടെയും പേരിലാണ് ആലിസ് വോക്കർ കൂടുതലും അറിയപ്പെടുന്നത്. ആഫ്രിക്കൻ അമേരിക്കൻ വിമൻസ് അനുഭവിക്കുന്ന ഡബിൾ മാർജിനലൈസേഷനെ കുറിച്ചെല്ലാം അവരുടെ കൃതികളിൽ കാണാം. വോക്കേഴ്സ് വർക്ക്സ് സ്പീക്ക് ഔട്ട് അഗെയിൻസ്റ്റ് ഡൊമസ്റ്റിക് വയലൻസ്, സെക്ഷുവൽ അബ്യൂസ് ആൻഡ് റേസിസം ഇൻ സെവറൽ നേറ്റീവ് ആഫ്രിക്കൻ കൾച്ചേഴ്സ്. ഡൊമസ്റ്റിക് വയലൻസ്, സെക്ഷുവൽ അബ്യൂസ്, റേസിസം ഇതിനെല്ലാം എതിരെ എഴുതിയിരിക്കുന്നതും ആലിസ് വോക്കറിൻ്റെ സാഹിത്യ സൃഷ്ടികളിൽ കാണാൻ സാധിക്കും. ഹെർ കൺസേൺസ് ഡിഫർ ഫ്രം ഓർഡിനറി ഫെമിനിസ്റ്റ് കൺസേൺസ് ആൻഡ് ഷീ കോൾസ് ഹെർസെൽഫ് എ വുമനിസ്റ്റ് കമ്മിറ്റഡ് ടു ഫ്രീയിങ് വിമൻ ഫ്രം ഓൾ ഫോംസ് ഓഫ് ഒപ്രഷൻ. In her writings, she gives her most intense scrutiny to the often tenuous bonds between family members. ഒരു ഫെമിനിസ്റ്റ് എന്നല്ല, ഒരു വുമണിസ്റ്റ് എന്ന് അറിയപ്പെടാനാണ് ആലിസ് വോക്കർ ഇഷ്ടപ്പെടുന്നത്. എല്ലാ തരത്തിലുള്ള അടിച്ചമർത്തലുകളിൽ നിന്നും സ്ത്രീകളെ മോചിപ്പിക്കണം എന്നാഗ്രഹിക്കുന്ന വുമണിസ്റ്റാണ് ആലിസ് വോക്കർ. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സ്നേഹത്തിൻ്റെ കഥ പറയുന്ന രചനകളും ആലിസ് വോക്കറിൻ്റെ രചനകളിൽ ഉൾപ്പെടുന്നു. റിമെമ്പർ മീ ഈസ് ആൻ ഓട്ടോബയോഗ്രഫിക്കൽ പോയം. ആത്മകഥാംശമുള്ള കവിതയാണ് റിമെമ്പർ മീ. റിമെമ്പർ മീ എന്നാൽ എന്താണ്? എന്നെ ഓർമ്മിക്കുന്നുണ്ടോ എന്നാണ് കവി ചോദിക്കുന്നത്. ഇൻ ദിസ് പോയം ആലിസ് വോക്കർ പ്രസൻറ്റ്സ് ongoing concepts of a black woman. In this, Alice Walker tries to present the condition of a black woman whose lives are darkened by the injustice in a world where the white and the man are all in all. Alice lives in a society where African Americans are mistreated and badly abused. നമുക്കറിയാം കറുത്ത വർഗ്ഗക്കാർ സമൂഹത്തിൽ നേരിടുന്ന അനീതികൾ. ഈ കവിതയിൽ കറുത്ത വർഗ്ഗക്കാരിയായ സ്ത്രീ നേരിടേണ്ടി വരുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ആലിസ് വോക്കർ പറയുന്നത്. നമ്മൾ ന്യൂസിലുമൊക്കെ ഇപ്പോഴും കാണുന്ന കാര്യമാണ് വെളുത്ത വർഗ്ഗക്കാർ കറുത്ത വർഗ്ഗക്കാർക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങൾ. അങ്ങനെ ആഫ്രിക്കൻ അമേരിക്കക്കാരോട് മോശമായി പെരുമാറുകയും ദുരുപയോഗം ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിലാണ് ആലിസ് ജീവിക്കുന്നത്. In the poem, Alice reveals her physical demerits as well as social injustice towards black people or women. ഈ കവിതയിൽ ആലിസ് തൻ്റെ ശാരീരിക വൈകല്യങ്ങളെക്കുറിച്ചും സ്ത്രീകളോടും കറുത്തവരോടുമുള്ള സാമൂഹിക അനീതിയെക്കുറിച്ചും വെളിപ്പെടുത്തുന്നു. She wants to make it clear that women are always kept on second position in the society as well as family. സമൂഹത്തിൽ, കുടുംബത്തിൽ എല്ലാം തന്നെ സ്ത്രീക്ക് എല്ലായ്പ്പോഴും രണ്ടാം സ്ഥാനം മാത്രമാണ്. The poem Remember Me is a gift that Alice Walker gives to those who stand against injustice in society. സമൂഹത്തിലെ അനീതിക്കെതിരെ നിലകൊള്ളുന്നവർക്ക് ആലിസ് വോക്കർ നൽകുന്ന സമ്മാനമാണ് റിമെമ്പർ മീ എന്ന കവിത. She uses her own personal story to create strong women and thereby put justice and hope back into society. ശക്തരായ സ്ത്രീകളെ സൃഷ്ടിക്കുന്നതിനും അതുവഴി നീതിയും പ്രതീക്ഷയും സമൂഹത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിനും ആലിസ് വോക്കർ സ്വന്തം വ്യക്തിപരമായ കഥ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നു. The poem Remember Me is written in free words. The poem has no regular rhythmic pattern. ഈ കവിതയിൽ കൃത്യമായ ഒരു റൈം സ്കീം ഫോളോ ചെയ്തിട്ടില്ല. ഫ്രീ വേർഡ്സിലാണ് എഴുതിയിരിക്കുന്നത്. The poem is written in first person and talks about Alice's life.
ഫസ്റ്റ് പേഴ്സൺ നരേറ്റീവ് സ്റ്റൈലിലാണ് കവിത എഴുതിയിരിക്കുന്നത്. അതായത് ആലിസ് വോക്കർ തന്നെയാണ് ഈ കവിതയിലെ കഥാപാത്രം. ഈ കവിതയിൽ ആലിസ് സ്വന്തം ജീവിതാനുഭവങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. ആലിസ് ലിവ്സ് ഇൻ എ സൊസൈറ്റി വെയർ ആഫ്രിക്കൻ അമേരിക്കൻസ് ആർ മിസ്ട്രീറ്റഡ് ആൻഡ് ബാഡ്ലി അബ്യൂസ്ഡ്. ആലിസ് എങ്ങനെയുള്ള സമൂഹത്തിലാണ് ജീവിക്കുന്നത്? ആഫ്രിക്കൻ അമേരിക്കക്കാരോട് മോശമായി പെരുമാറുകയും ദുരുപയോഗം ചെയ്യുകയും ചെയ്യുന്ന സമൂഹത്തിൽ. In the first two stanzas, there is an allusion to Alice Walker's childhood. ഈ കവിതയിലെ ആദ്യത്തെ രണ്ട് സ്റ്റാൻസയിൽ ആലിസ് വോക്കർ തൻ്റെ ചെറുപ്പകാലഘട്ടത്തെക്കുറിച്ച് പറയുന്നു. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ഷീ ഹാസ് എ ഡാർക്ക് സ്കിൻ, ഹർ ഷൂസ് ആർ തിൻ, ഹർ ടീത്ത് ആർ റോട്ടഡ് ആൻഡ് ഷീ ഹാസ് എ വൂണ്ടഡ് ഐ ആൻഡ് മെൽറ്റഡ് ഇയർ ആസ് എ റിസൾട്ട് ടു ആൻ ആക്സിഡൻറ്റ് വെയർ ഷീ വാസ് സിവിയർലി ഇൻജുവേർഡ്. താൻ ഇരുണ്ട നിറക്കാരിയാണെന്നും തൻ്റെ ഷൂസ് തേഞ്ഞു പഴകിയതായിരുന്നെന്നും കുട്ടിക്കാലത്ത് സംഭവിച്ച ഒരു അപകടത്തിൻ്റെ ഫലമായി ഒരു കണ്ണിന് കാഴ്ചശക്തി നഷ്ടപ്പെട്ടുവെന്നും കൂടാതെ കേൾവിക്കുറവും പല്ലിൻ്റെ പ്രശ്നങ്ങളുമുണ്ടെന്നും കവിതയുടെ ആദ്യത്തെ സ്റ്റാൻസയിൽ പറയുന്നു. The poem contains many different rhetorical devices. ഈ കവിതയിൽ പോയറ്റ് പലതരത്തിലുള്ള റെട്ടോറിക്കൽ ഡിവൈസസ് ഉപയോഗിച്ചിട്ടുണ്ട്. റെട്ടോറിക്കൽ ക്വസ്റ്റ്യൻസ്, റെപ്പറ്റീഷൻ, പാരലിസം അതൊക്കെയാണ് സാധാരണ ഉപയോഗിക്കുന്ന റെട്ടോറിക്കൽ ഡിവൈസസ്. എ റെട്ടോറിക്കൽ ക്വസ്റ്റ്യൻ ഈസ് വൺ ദാറ്റ് ഈസ് ആസ്ക്ഡ് വിത്തൗട്ട് എക്സ്പെക്ടേഷൻ ഓഫ് ആൻ ആൻസർ, ഓഫൺ വിത്ത് ദ ഇംപ്ലിക്കേഷൻ ദാറ്റ് ദ ആൻസർ ഈസ് നോൺ ടു ദ പേഴ്സൺ ഓർ ഗ്രൂപ്പ് അഡ്രസ്ഡ്. This poem's title, Remember Me, uses a rhetorical question to help force the audience or reader make an obvious answer. The use of a rhetorical question in the title is also used as a way to grab the reader's attention. ഈ കവിതയുടെ ടൈറ്റിൽ തന്നെ റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻ ആണ്. എന്നെ ഓർമ്മിക്കുന്നുണ്ടോ എന്നാണ് കവി ചോദിക്കുന്നത്. വ്യക്തമായ ഉത്തരം നൽകാൻ വായനക്കാരെ പ്രാപ്തരാക്കുന്നതിനാണ് റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻ ഉപയോഗിച്ചിരിക്കുന്നത്. കൂടാതെ വായനക്കാരുടെ ശ്രദ്ധയാകർഷിക്കുന്നതിനും റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻ ഉപയോഗിച്ചിരിക്കുന്നു. Alice starts out her poem with I am the girl, and the first two stanzas she talks about her childhood. ആലിസ് വാക്കർ ഈ കവിത എഴുതി തുടങ്ങിയിരിക്കുന്നത് തന്നെ I am the girl എന്ന് പറഞ്ഞുകൊണ്ടാണ്. കവിതയുടെ ആദ്യത്തെ രണ്ട് സ്റ്റാൻസയും തുടങ്ങുന്നത് I am the girl, ഞാൻ പെൺകുട്ടിയാണ് എന്ന് ആവർത്തിച്ചുകൊണ്ടാണ്. ആദ്യത്തെ രണ്ട് സ്റ്റാൻസയിലും ആലിസിൻ്റെ ചെറുപ്പകാലഘട്ടത്തെക്കുറിച്ചാണ് പറയുന്നത്. For the rest of the stanzas, she says I am the woman, which is when she talks about the present day. ബാക്കിയുള്ള സ്റ്റാൻസയിൽ I am the woman, ഞാൻ സ്ത്രീയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. അതായത് ഇപ്പോഴത്തെ അവരുടെ ലൈഫിനെ കുറിച്ചാണ് പറയുന്നത്. The use of repetition emphasizes the importance of the line. If it was just said once, the reader may forget that the poem is either talking about Alice being a girl or woman. I am the girl, I am the woman എന്നിങ്ങനെ പല വാക്കുകളും ഈ കവിതയിൽ ആവർത്തിച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ കവിതയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് എത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് വായനക്കാരനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഈ വാക്കുകൾ ആലിസ് ആവർത്തിച്ച് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരേ ഒരു തവണയാണ് ഈ വാക്കുകൾ കവിതയിൽ ഉപയോഗിക്കുന്നതെങ്കിൽ ആലിസ് ഒരു പെൺകുട്ടിയോ സ്ത്രീയോ ആയതിനാലാണ് ഇങ്ങനെ പറയുന്നതെന്ന് വായനക്കാരൻ കരുതുവാനും മറക്കുവാനും സാധ്യതയുണ്ട്. Repetition is also used in the second stanza when the word wounded is used twice in a row. Again, the use of repetition emphasizes the importance of the word and makes the word have a greater dramatic effect. വൂണ്ടഡ് എന്ന വാക്ക്, വൂണ്ടഡ് എന്നാൽ മുറിവേറ്റ, ഈ വാക്ക് ആവർത്തിച്ച് ഉപയോഗിച്ചിരിക്കുന്നത്. വാക്കുകൾ ആവർത്തിച്ച് ഉപയോഗിക്കുന്നതിലൂടെ ആ വാക്കിൻ്റെ പ്രാധാന്യം മാത്രമല്ല വായനക്കാരെ ബോധ്യപ്പെടുത്തുന്നത്, കൂടുതൽ നാടകീയത സൃഷ്ടിക്കാനും സഹായിക്കുന്നു. In the first stanza, rhyming is used, more specifically internal rhyming, which is when lines rhyme in the stanza rather than the last two lines of the stanza. Rhyming എന്താണ് എന്ന് നമുക്കറിയാം. അർത്ഥം വ്യത്യസ്തമായിരിക്കും, ഉച്ചാരണം ഒരേപോലെയുമുള്ള വാക്കുകളാണ് റൈമിംഗ് വേർഡ്സ്. ഈ കവിതയിൽ എല്ലാ വരികളിലും കൃത്യമായി ഒരു റൈം ഫോളോ ചെയ്തിട്ടില്ല. ആദ്യത്തെ സ്റ്റാൻസയിൽ റൈമിംഗ് ഉപയോഗിച്ചിരിക്കുന്നു. ഇന്റേണൽ റൈമിംഗ്, ആന്തരിക റൈമിംഗ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. This type of rhyming is used when she says, with a dark skin whose shoes are thin. For example, with a dark skin whose shoes are thin എന്നീ വരികൾ ശ്രദ്ധിക്കുക.
The use of rhyming helps add emotion and grabs the reader's attention to keep them interested. External rhyming is when rhyming occurs at the end of the stanza. In the second stanza, parallel structure is used. സെക്കൻഡ് സ്റ്റാൻസയിൽ പാരലൽ സ്ട്രക്ചർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹോൾഡിംഗ്, കുക്കിംഗ്, സ്വീപ്പിംഗ്, വാഷിംഗ് ആൻഡ് റോട്ടിംഗ് ഓൾ എൻഡ് ഇൻ ING. ഹോൾഡിംഗ്, കുക്കിംഗ്, സ്വീപ്പിംഗ്, വാഷിംഗ്, റോട്ടിംഗ് ഈ വേർഡ്സ് എല്ലാം അവസാനിക്കുന്നത് ING ഫോമിലാണ്. The repetition of ING shows that all 5 words have the same level of importance rather than ones having a greater meaning. ഈ 5 വാക്കുകൾക്കും തുല്യ പ്രാധാന്യം ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നത്. I would give to the human race only hope is used twice in the poem. I would give to the human race only hope, അതായത് ഞാൻ മനുഷ്യവംശത്തിന് നൽകും പ്രതീക്ഷ മാത്രം. ഈ വരികൾ കവിതയിൽ 2 തവണ ഉപയോഗിച്ചിരിക്കുന്നു. The repetition of the phrase emphasizes that she is no longer going to allow racial oppression to rule who she really is. ഈ വാക്കുകൾ അവർ ആവർത്തിച്ച് ഉപയോഗിക്കുന്നതിലൂടെ ഒരു തരത്തിലുള്ള അടിച്ചമർത്തലുകൾക്കും താൻ സമ്മതിക്കുകയില്ല എന്ന് കവി പറയുന്നു. She doesn't want to forget what has happened in her past life, but she tries to present all African with a gift of hope. തൻ്റെ ചെറുപ്പകാലത്ത് അനുഭവിച്ച ദുരിതങ്ങൾ തനിക്ക് മറക്കാൻ കഴിയുകയില്ലെന്നും താൻ അന്ന് അനുഭവിച്ച അതേ അവസ്ഥയിൽ ഇപ്പോൾ ജീവിക്കുന്ന തൻ്റെ സഹോദരങ്ങളായ ആഫ്രിക്കൻ വംശജർക്ക് പ്രതീക്ഷ കൈവിടാതെ മുന്നേറാനുള്ള ഒരു സമ്മാനമായാണ് തൻ്റെ ജീവിതം ഈ കവിതയിലൂടെ ആലിസ് വെളിപ്പെടുത്തുന്നത്. In the 7th stanza, the 2 flowers is a metaphor for justice and hope. It creates a symbolic meaning because in her last few stanzas, she talks about growing up into a woman and growing from what has happened in her past life to give the gift of hope. 7th സ്റ്റാൻസയിൽ ജസ്റ്റിസ് ആൻഡ് ഹോപ്പ്, അതായത് നീതിയും പ്രതീക്ഷയും അവ വ്യക്തമാക്കാൻ വേണ്ടിയാണ് 2 ഫ്ലവേഴ്സ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. കുട്ടിയായിരിക്കുമ്പോൾ താൻ അനുഭവിച്ച കഷ്ടപ്പാടുകളെല്ലാം മാറി മുതിർന്ന ശേഷമുള്ള കാര്യങ്ങളാണ് ലാസ്റ്റ് 2 സ്റ്റാൻസയിലും ആലിസ് പറയുന്നത്. തനിക്കും നല്ലൊരു കാലം വരും, അടിച്ചമർത്തലുകളിൽ നിന്ന് താൻ മോചിപ്പിക്കപ്പെടും എന്ന ശുഭാപ്തി വിശ്വാസം, പ്രതീക്ഷ അതെല്ലാമാണ് തന്നെ ഇന്ന് ഈ നിലയിൽ എത്തിച്ചത്. Flowers start off as stems and as they grow two petals bloom. Alice starts off as a child and every day she is growing to reach the ultimate goal of hope and justice. വേരുകളും തണ്ടും ഇലകളും മൊട്ടുകളും എല്ലാം വന്ന് ഒരു ചെടി വലുതായി ഒരു പുഷ്പം എങ്ങനെയാണോ ഉണ്ടാകുന്നത് അതുപോലെ തന്നെയാണ് കുട്ടിയായ ആലിസ് ഓരോ ദിവസവും വളർന്ന് ഈ കാണുന്ന തൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേർന്നത്. ലാസ്റ്റ്ലി, ഇൻ ദ 8th stanza, justice and hope is repeated in reverse order. They make the words balance and more memorable by repeating the words in the reverse order. ലീവിങ് ദ റീഡർ വിത്ത് എ മെമ്മറബിൾ തോട്ട് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. 8ാമത്തെ സ്റ്റാൻസയിൽ ജസ്റ്റിസ് ആൻഡ് ഹോപ്പ് എന്നത് റിവേഴ്സ് ഓർഡറിലാണ് എഴുതിയിരിക്കുന്നത്. ആലിസ് വോക്കർ എഴുതിയ റിമെമ്പർ മീ എന്ന പോയത്തിൻ്റെ അപ്രിസിയേഷൻ ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു.